മക്കളെ, വെൽക്കം ബാക്ക് ടു എജിപ്പോ. ദിസ് ഇസ് മീ വർണിത, യുവർ ഫേവറേറ്റ് ഇംഗ്ലീഷ് ടീച്ചർ. യെസ്, അപ്പോൾ ഓണം എക്സാം ഒക്കെ ആവാനായിട്ടുണ്ട് അല്ലേ? തൊട്ട് മുന്നത്തെ വീഡിയോയില് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷിൽ നിങ്ങൾ ഓണം എക്സാമിന് ഒഴിവാക്കാതെ പഠിക്കേണ്ട അല്ലേ, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ലെസൺസ് അല്ലേ, ഏതൊക്കെ, അതായത് നിങ്ങൾ ഇപ്പൊ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മിസ് ഏതൊക്കെയാണ് പോർഷൻസ്, ഏതൊക്കെയാണ് ഓണം എക്സാമിന് ഏതൊക്കെ ലെസൺസിനാണ് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മിസ് ആ പോർഷൻസ് ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ടാവും, ഉറപ്പായിട്ടും ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. യെസ്, അപ്പം അതിനുശേഷം കുറെ പേര് ചോദിച്ചു മിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ആണ് അല്ലേ, പുതിയ ടെക്സ്റ്റ് ആണ്, അതായത് മുന്നേ ഉള്ള അല്ലെ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പൊ എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. അപ്പൊ മിസ് വിചാരിച്ചു എന്നാ ഒരു വീഡിയോ ചെയ്ത് കളയാന്ന് കേട്ടോ. യെസ്, അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ചോദിക്കാൻ ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ എന്റെ മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എന്ത് ചെയ്യരുത്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകാനും പാടില്ല കേട്ടോ. ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. യെസ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസിന്റെ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലെസൺസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. യെസ്, അപ്പം ഫസ്റ്റ് വൺ ഇടാ, ഒരു അൺനോൺ സ്റ്റോറി. അതായത് നിങ്ങൾ പഠിക്കാത്ത, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിക്കാത്ത പുതിയൊരു ചെറിയൊരു കഥ, അതായത് ഭയങ്കര ടഫ് ആയിട്ടുള്ള കഥയൊന്നും ആയിരിക്കില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് ആ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യേണ്ടി വരും, ആ കഥ വായിച്ചിട്ട് ആ കഥേനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതേണ്ടി വരും കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ കോൺവെർസേഷൻ. എന്താ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ സംഭാഷണമാണ് അല്ലെ, രണ്ടുപേര് തമ്മിലുള്ള സംസാരമാണ്. അപ്പം ഇതേപോലത്തെ ഒരു കോൺവെർസേഷൻ, അത് ചിലപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻ ആവാം, അല്ലെങ്കിൽ നിങ്ങളോട് അവിടെ നിന്ന് ഉണ്ടാക്കി എഴുതാൻ വേണ്ടി പറയുന്നത്, അതായത് ആ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മുന്നേ തരുന്നൊരു സ്റ്റോറി ഇല്ലേ, ചിലപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടും തമ്മിലൊരു കോൺവെർസേഷൻ ആയിരിക്കാം. സോ എന്തായാലും ഒരു കോൺവെർസേഷൻ ഒരു സാധ്യതയുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, ഡിസ്ക്രൈബ് ദ പിക്ചർ. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പിക്ചർ തരും. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യും, ഒരു പിക്ചർ തന്നു കാണും. എന്നിട്ട് ആ പിക്ചർ നോക്കിയിട്ട് നിങ്ങളോട് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ പിക്ചർ നോക്കിയിട്ട് ഒരു സ്റ്റോറി എഴുതാൻ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വണ്, ഇമെയിൽ അല്ലെങ്കിൽ ലെറ്റർ ആണ്. അതൊന്നെങ്കിൽ ഇമെയിൽ ആയിരിക്കാം അല്ലെങ്കിൽ ലെറ്റർ ആയിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇമെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കത്ത് അല്ലേ, നമ്മളൊരു ലെറ്റർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പോസ്റ്റലായിട്ട് അയക്കുന്നതാണ്. ഇമെയിൽ എന്ന് പറയുമ്പോൾ നമ്മളത് കമ്പ്യൂട്ടറിലൂടെ അയക്കുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ നമ്മുടെ കുഞ്ഞിച്ചിരുടെ ലെസൻ്റെ അകത്ത് ഇമെയിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇനി അതേപോലെ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്ടാ എഡിറ്റിംഗ്. എഡിറ്റിംഗ് സാധ്യതയില്ല, എഡിറ്റിംഗ് ഒരു 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ അതെങ്ങനെയാണ് 100% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല. പക്ഷെ സിമ്പിളായിട്ട് ക്യാപിറ്റൽ ലെറ്റർ, അതായത് ചിലപ്പോൾ സ്മോൾ ലെറ്റർ തന്നിട്ടുണ്ടാവും അല്ലെ. നമ്മളൊരു സെന്റൻസ് ബിഗിൻ ചെയ്യുമ്പോൾ, ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണ്ട സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഇല്ലാത്തതായിരിക്കാം, ചിലപ്പോൾ ഫുൾ സ്റ്റോപ്പ് മറന്നു പോയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈസോ വാസോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. സോ ഇങ്ങനെ ഒരു എഡിറ്റിങ്ങിന്റെ ക്വസ്റ്റ്യനും മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 90% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, യെസ്, തോട്ട്സ് അല്ലെങ്കിൽ ഡയറി കേട്ടോ. നമ്മുടെ കുഞ്ഞിച്ചിരുടെ ലെസൻ്റെ അകത്തുണ്ടെങ്കിൽ ക്രോ ബോയിൻ്റെ അകത്തുനിന്നൊക്കെ എന്ത് ചാൻസ് ഉണ്ട്, നമ്മളുടെ തോട്ട്സ് അല്ലെങ്കിൽ ഡയറി എൻട്രി ചോദിക്കാനുള്ള നല്ലൊരു സാധ്യതയുണ്ട്. സോ തോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ആളുടെ, ഒരു വ്യക്തിയുടെ ചിന്തകളാണല്ലേ, നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കൂലേ, അതാണല്ലോ തോട്ട്സ്. ഡയറി എൻട്രി എന്ന് പറയുമ്പം ഇതേ ആലോചന തന്നെയാണ്, പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അല്ലെ, ഒരു ദിവസത്തിന്റെ അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡയറി എൻട്രി ചെയ്യുന്നത് കേട്ടോ. സോ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനും മിക്കവാറും നല്ല സാധ്യതയുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്താണ്, പോസ്റ്റർ. പോസ്റ്റർ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് താരതമ്യേന ഈസി ആയിരിക്കും അല്ലെ, കുറേ കൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ, പോസ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാവും എന്ത് തരത്തിലുള്ള ഒരു പോസ്റ്റർ ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. സോ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ നിങ്ങളുടെ ക്രയോൺസ് ഒക്കെ കൊണ്ടുപോകേണ്ട വരും കേട്ടോ ചിലപ്പോൾ എക്സാമിന്. സോ പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാനൊരു ക്വസ്റ്റ്യനും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു സാധ്യത മാത്രമാണ്, മിസ് ഉറപ്പ് പറയുന്നില്ല, എന്നാലും നോട്ടീസ് എന്നുള്ളൊരു ക്വസ്റ്റ്യനും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. യെസ്, അപ്പൊ
ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഒരു ഏകദേശം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കും എന്നല്ല പറയുന്നത്, എന്നാലും ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുള്ളത് അത് മിസ് ഗ്യാരണ്ടിയാണ്. അപ്പൊ ഇനി എന്താ വേണ്ടത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെ? നമ്മൾ പഠിക്കണമല്ലോ. സോ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എജ്യൂപോർട്ടിന്റെ ഇംഗ്ലീഷിന്റെ ലൈവുകൾ വരുമ്പോൾ ആ ലൈവുകളൊക്കെ കൃത്യമായിട്ടിരുന്ന് കാണണം കേട്ടോ. അപ്പൊ നമ്മളെ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും ഓരോരോ ലൈവ് ഇടുന്നതിനനുസരിച്ച് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓണം എക്സാമിന്റെ സമയത്തുള്ള എല്ലാ ലൈവിലും നമ്മൾ എല്ലാവിധ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ? അപ്പൊ ലൈവുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എജ്യൂപോർട്ടിൽ എല്ലാ നോട്ട്സും, എല്ലാ സബ്ജക്റ്റിൻ്റെ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വാട്സപ്പ് തന്നെ കിട്ടുന്നതാണ്. സോ ആ കമ്മ്യൂണിറ്റീൻ്റെ കാര്യവും മറക്കണ്ട, ആ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതേപോലെ തന്നെ വേറൊരു വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ വേറൊരു ലൈവിൽ കാണാം. Till then, bye-bye.